നമസ്കാരം. പാർട്ടിക്കുള്ളിൽ പൊട്ടിത്തെറികളൊന്നുമില്ലാതെ CPM സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടു. ആർക്കും പരാതിയില്ല, പരിഭവമില്ല. ഇക്കുറി വലിയ നേട്ടങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടാണ് നിലവിൽ മന്ത്രിമാരും MLA-മാരും ഉൾപ്പെടെയുള്ള വമ്പൻ തിമിംഗലങ്ങളെ പോർക്കളത്തിലിറക്കാൻ പാർട്ടി തീരുമാനിച്ചത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുച്ചൂടും മുടിഞ്ഞിറങ്ങിയ പാർട്ടിക്ക് ഇത്തവണ ചില പ്രതീക്ഷകളൊക്കെയുണ്ട്. അതിനിടയിൽ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഭാരത് അരി കേരളത്തിൽ വേവില്ല എന്നൊരു ആശ്വാസം നൽകുന്നത് ചെറിയ ആത്മവിശ്വാസമല്ലെന്നും പാർട്ടി ചിന്തിക്കുന്നുണ്ട്. പൊന്നാനി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയം ഇത്തവണയും കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന പരിപാടി പോലെ ഒന്നായി മാറിക്കഴിഞ്ഞു എന്ന് തന്നെയാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. അബ്ദുറഹിമാൻ രണ്ടത്താണി, PV അൻവർ, KT ജലീൽ, V അബ്ദുറഹിമാൻ തുടങ്ങിയവരെയായിരുന്നു ഇതുവരെ CPM പാളയത്തിൽ എത്തിച്ച് സ്വതന്ത്രന്മാരാക്കി നിർത്തി ലീഗിന് പ്രാമുഖ്യമുള്ള കോട്ടകൾ പലതും പിടിച്ചുലച്ചത്. 2014 അബ്ദുറഹിമാൻ മത്സരിച്ചപ്പോൾ ലീഗിന്റെ വോട്ട് വിഹിതത്തിൽ ഇടിവുണ്ടാക്കാൻ കഴിഞ്ഞുവെങ്കിലും അടുത്ത തവണ, അതായത് 2019 PV അൻവറിന് കാര്യമായ പുരോഗതി ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. രാഹുൽ ഗാന്ധി എഫക്റ്റിലായിരിക്കും എന്ന് തന്നെയാണ് ഇടതുപാളയത്തിൽ നിന്നുള്ള വിലയിരുത്തൽ. ഈ രീതിയിൽ പാർട്ടി ലീഗിൽ നിന്ന് അഭിപ്രായ ഭിന്നതയെ തുടർന്ന് പുറത്താകുന്നവർക്ക് സീറ്റ് നൽകി വിജയിപ്പിച്ചെടുക്കുന്ന നയതന്ത്രം പയറ്റാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകൾ ആയി. കുഞ്ഞാലിക്കുട്ടിക്ക് സ്വന്തം സഹോദരനെ പോലെ ആയിരുന്ന KT ജലീൽ വിജയിച്ചു വന്നപ്പോൾ മന്ത്രിസ്ഥാനം നൽകാനും കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാർ തയ്യാറായിരുന്നു. അബ്ദുറഹിമാൻ ഇത്തവണ എത്തിയപ്പോഴും മന്ത്രിസ്ഥാനം കൊടുത്ത് പ്രീണിപ്പിച്ച് ഒപ്പം നിർത്തിയിട്ടുണ്ട്. ഇത്തവണ സ്ഥാനാർത്ഥി നിർണയം വന്നപ്പോഴും എല്ലാവരും ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ആ ഞെട്ടലിന്റെ കാര്യം ഈ പ്രസംഗം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകും. കേരളത്തിന്റെ ഭരണശിലാകേന്ദ്രത്തിന് അന്താരാഷ്ട്ര കള്ളക്കടത്ത് കേന്ദ്രത്തിന് കേന്ദ്രമാക്കി മാറ്റിയ പിണറായി വിജയനെ പുഞ്ചിക്ക് പിടിച്ച് പുറത്താക്കാനുള്ള സമര പരമ്പരയുടെ തുടക്കം തന്നെയാണ് ഈ പരിപാടി. അതിൽ ഒരു സംശയമില്ല. കേരളത്തിലെ 3.25 കോടി ജനങ്ങളെയാണ് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ മുന്നിൽ ഈ മുഖ്യമന്ത്രി പണയം വെച്ചത്. ഇതിനു മുമ്പ് ഒരിക്കലും കേരളീയ ജനത ഇത്രമാത്രം അപമാനിക്കപ്പെട്ട ഒരു സംഭവം ഉണ്ടായിട്ടില്ല. കള്ളക്കടത്തിന് ഒരുപാട് സംഭവങ്ങളൊക്കെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു സംസ്ഥാനത്തിന്റെ ഭരണശിലാകേന്ദ്രം അന്താരാഷ്ട്ര കള്ളക്കടത്തിന്റെ ഗൂഢാലോചനയുടെ വേദിയായി മാറ്റപ്പെട്ടു എന്നതാണ് ഈ സംഭവത്തിന്റെ പ്രത്യേകത. അത് സമൂഹം ചർച്ച ചെയ്യുകയാണ്. ഇന്ന് കേരള സമൂഹം ചർച്ച ചെയ്യുന്ന പ്രധാന വിഷയം അത് തന്നെയാണ്. പിന്നെ ശ്രദ്ധ മാറ്റാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങളൊക്കെ സാധാരണ ഭരണകൂടങ്ങൾ ചെയ്യാറുണ്ട്. അതിനെ സംബന്ധിച്ചൊരു വാക്കുണ്ട്, അതിർത്തിയിൽ വെടിപൊട്ടിയാൽ മനസ്സിലാക്കാം ഭരണകൂടം പ്രതിസന്ധിയിലാണ് എന്ന്. അതുപോലെ തന്നെ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് ഗവൺമെന്റ് കേരളത്തിലെ പ്രക്ഷുബ്ധമായ ഈ രംഗത്തേക്ക് കണ്ടെത്തിക്കുന്നത്. കാര്യം രാഷ്ട്രീയത്തിൽ സ്ഥിരമായി ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല എന്ന് കോട്ടയം സീറ്റ് വാങ്ങിയെടുത്ത കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് അറിയാവുന്ന കാര്യമാണല്ലോ. എന്തൊക്കെ പുകിലായിരുന്നു കേരളത്തിൽ നടന്നത് എന്നും അറിയാം. അപ്പോൾ പിന്നെ അതല്ലേ ശരി. അങ്ങനെ പൊന്നാനി മണ്ഡലത്തിൽ നിന്നും ഇക്കുറി അരയും തലയും മുറുക്കിയിറങ്ങുന്നത് മുസ്ലിം ലീഗിന്റെ മുൻ സംസ്ഥാന സെക്രട്ടറി KS ഹംസയാണെന്ന് കേട്ടതാണ് ഈ ഞെട്ടലിന്റെ പ്രധാന കാരണം. മുഖ്യമന്ത്രി പിണറായി വിജയനെ കുഞ്ചിക്ക് പിടിച്ച് പുറത്തു കളയണമെന്ന് പറഞ്ഞയാൾ ഇപ്പോൾ CPM-ന്റെ പൊന്നാനിയിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. ഇനി എന്തൊക്കെയാണ് KS ഹംസയുടെ CPM കാണുന്ന ഗുണം എന്ന് നോക്കാം. കുഞ്ഞാലിക്കുട്ടി വിരുദ്ധൻ എന്ന പേര് അൻവറിനെ പോലെയും KT ജലീലിനെ പോലെയും അബ്ദുറഹിമാനെ പോലെയും ഒക്കെ നേടിയെടുത്ത ഒരാളാണ് എന്നുള്ളതാണ് ആദ്യത്തെ ഗുണം. അടുത്ത ഗുണം എന്ന് പറഞ്ഞാൽ ഹംസയെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്നെല്ലാം ചെവിക്ക് പിടിച്ച് ലീഗ് പുറത്താക്കിയിട്ടുള്ളതുമാണ്. ഇനി അങ്ങനെ ചെയ്യാനൊരു കാരണവും ഉണ്ടാകുമല്ലോ. കുഞ്ഞാലിക്കുട്ടിക്കെതിരെ പ്രധാനമായും ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളിൽ ഒന്ന് മാത്രമാണ് AR ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട അഴിമതി. കൂടാതെ ചന്ദ്രികാ ദിനപത്രവുമായി ബന്ധപ്പെട്ട് നടത്തിയ സാമ്പത്തിക ക്രമക്കേട് വേറെയും. ഇതൊക്കെയാണ് ലീഗിൽ നിന്ന് പുറത്തിറങ്ങുന്നവർ ഉയർത്തുന്ന പ്രധാന ക്രമക്കേടുകൾ. ഇനി ഹംസയെ ലീഗിൽ നിന്ന് ഒഴിവാക്കാനുള്ള കാരണം കൂടി നോക്കാം. ലീഗിൽ നിൽക്കുന്നവർ അതിന്റെ മേൽത്തട്ടിലുള്ളവർ എന്ത് കാണിച്ചാലും മിണ്ടാതെ കണ്ടുകൊണ്ടിരിക്കണം. അല്ലാതെ അതൊക്കെയും പൊതുവിലൊരു ചർച്ചയാക്കി മാറ്റാൻ പാടില്ല. കഴിഞ്ഞ വർഷമാണ് ഇത്തരം നാടകങ്ങൾക്ക് ലീഗ് വേദിയായത്. കൊച്ചിയിൽ നടന്ന പ്രവർത്തക സമിതി യോഗത്തിൽ പറയാൻ പാടില്ലാത്തത് പലതും ഹംസ വിളിച്ചു പറഞ്ഞു. എല്ലാം അച്ചടക്ക ലംഘനത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളായിരുന്നു എന്നാണ് ഉന്നതരുടെ കണ്ടെത്തൽ. അങ്ങനെ പറയാൻ പാടില്ലാത്ത അസംബന്ധം വിളിച്ചു പറഞ്ഞ ഹംസ ഇനി പുറത്തിരുന്ന് കമന്റ് അടിച്ചാൽ മതി, കളത്തിലിറങ്ങി ഫോർവേഡ് കളിക്കാൻ വരരുതെന്നായിരുന്നു മേലാളന്മാരുടെ ഉത്തരവ്. ഇനി എന്ത് ഫൗളാണ് കളിച്ചത് എന്ന് നോക്കാം. AR ബാങ്ക് ക്രമക്കേടും ചന്ദ്രികാ പത്രവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തിരിമറിയും ED-യിലേക്കാണ് വിരൽ ചൂണ്ടിയത്. അതേസമയം അതൊക്കെ എവിടെ പോയെന്ന് സത്യത്തിൽ ആർക്കും അറിയില്ല.
KT ജലീൽ ഇതുമായി ബന്ധപ്പെട്ട് വെട്ടിയ വടികൊണ്ട് നിയമസഭയിൽ കുഞ്ഞാലിക്കുട്ടിയെ അറഞ്ചം പുറഞ്ചം അടിച്ചതാണ്. ED പേടിച്ച് പ്രധാനമന്ത്രിയെയും വിജിലൻസിനെ പേടിച്ച് മുഖ്യമന്ത്രിയെയും ഭയന്നാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് കഴിഞ്ഞുകൂടി പോരുന്നത് എന്നായിരുന്നു ആദ്യമായി ഉയർത്തിയ ആരോപണം. ഭയം അതില്ലാത്തത് കൊണ്ടാണല്ലോ ഇത്രയുമൊക്കെ ഇവിടെ നടത്തിക്കൂട്ടുന്നത് എന്ന് അറിയാഞ്ഞിട്ടല്ല. എന്നാലും പറയുമ്പോൾ ഒരു ഇതൊക്കെ വേണമല്ലോ എന്ന് കരുതിയാകും ഹംസ അങ്ങനെ പറഞ്ഞത്. അവിടെയും തീർന്നില്ല. കുഞ്ഞാലിക്കുട്ടിയുടെ താല്പര്യമനുസരിച്ച് ലീഗ് MLA RSSുമായി ഒരു ചർച്ച നടത്തിയിരുന്നു എന്നുള്ളതായിരുന്നു അടുത്ത കണ്ടെത്തൽ. ചന്ദ്രിക ദിനപത്രവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ED സെറ്റിൽ ചെയ്തുവെന്ന് കുഞ്ഞാലിക്കുട്ടി തന്നെ പറഞ്ഞതായി ഹംസ ഒരു വെളിപ്പെടുത്തൽ നടത്തി. അതുകൊണ്ട് BJP ചെയ്ത ഉപകാരത്തിന് ഒരു പ്രത്യുപകാരം ചെയ്യേണ്ടത് മാനുഷിക ധർമ്മമല്ലേ എന്ന് കരുതി ലീഗിനെ ഇടതുപക്ഷത്തിലേക്ക് എത്തിക്കാനാണ് കുഞ്ഞാലിക്കുട്ടി ശ്രമിക്കുന്നത് എന്ന് ഹംസ ആരോപണമായി ഉന്നയിച്ചു. അങ്ങനെ ലീഗിനെ ഇടതുപാളയത്തിൽ എത്തിച്ചാൽ സ്വാഭാവികമായും UDF എന്ന മുന്നണി ഇവിടെ ദുർബലമായി മാറും. അങ്ങനെ വന്നാൽ ഒരു മൂന്നാം മുന്നണി എന്ന നിലയിൽ BJPക്ക് ഇവിടെ വളക്കൂറുള്ള മണ്ണായി മാറ്റാനും സാധിക്കും. ഇതായിരുന്നു ഹംസയുടെ കണ്ടെത്തൽ. ഇത്രയുമൊന്നും കേട്ടുകൊണ്ടിരിക്കാൻ ആർക്കാണ് ഇഷ്ടം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയത്തിനും ഇടയില്ലല്ലോ. അങ്ങനെ വന്നപ്പോൾ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഒരു തീരുമാനമെടുത്തു. സകലകലാ വല്ലഭൻ, പക്ഷേ വകതിരിവ് ലേശം പോലുമില്ല. പോയി വകതിരിവ് പഠിച്ചിട്ട് വരൂ എന്ന് പറഞ്ഞ് ഭ്രഷ്ട് കൽപ്പിച്ച് പുറത്തേക്ക് പറഞ്ഞു വിട്ടു. അങ്ങനെ 18-ാം പട്ടയുടെ ചുവട്ടിലെ ഒരു പിടി മണ്ണും വാരിയെടുത്ത് പുറത്തേക്കിറങ്ങിയപ്പോഴാണ് CPMന്റെ വമ്പിച്ച ഓഫറിന്റെ പരസ്യം കയ്യിൽ കിട്ടിയത്. പഴയതൊന്നും മനസ്സിൽ വെച്ചേക്കല്ലേ എന്നും പറഞ്ഞ് സമസ്താപരാധത്തിനും മാപ്പും പറഞ്ഞെത്തിയപ്പോൾ പൊന്നാനിയിൽ സ്ഥാനാർത്ഥിപ്പട്ടം എടുത്തു വെച്ചിരിക്കുന്നു. ഇത്തവണ ലീഗിന്റെ പൊന്നാപുരം കോട്ട പൊളിച്ച് ഒരു MP എന്ന നിലയിലേക്ക് എത്തിയാൽ ജലീലിനെ പോലെ, അല്ലെങ്കിൽ PV അൻവറിനെ പോലെ, അതുമല്ലെങ്കിൽ അബ്ദുറഹിമാനെ പോലെ ഈ മണ്ണിൽ, ചുവപ്പിന്റെ മണ്ണിൽ 100 മേനി വിളയിച്ചെടുക്കാൻ കഴിയും. അതിനിടയിൽ കുഞ്ഞാലിക്കുട്ടി ഈ വണ്ടി, അതായത് ലീഗിന്റെ വണ്ടി, ഇടതുപക്ഷത്തിന്റെ സ്റ്റാൻഡിൽ ഈ തെരഞ്ഞെടുപ്പിലെ വിധി അനുസരിച്ചുള്ള സമയത്ത് കൊണ്ട് പാർക്ക് ചെയ്യാനുള്ള സാധ്യതയും തെളിയുന്നുണ്ട്. എന്തായാലും ലീഗിൽ നിന്ന് ഇറങ്ങിയവരെല്ലാം വേണ്ട വിധത്തിൽ പരിഗണിക്കുന്ന ഒരു സമീപനം എല്ലാ കാലത്തും CPM പുലർത്തിയിട്ടുമുണ്ട്. അത് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ഗുണം ചെയ്യും എന്ന വിലയിരുത്തലിലാണ് CPM.